Good morning, my dear students. Today we are discussing about the topic cryptography tools. Here is the list of the top most 6 cryptography tools are as follows. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോഗ്രഫി ടൂൾസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോഗ്രഫി ടൂൾസുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും ബൂമായിട്ട് നിൽക്കുന്ന ക്രിപ്റ്റോഗ്രഫി ടൂൾസുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, സെക്യൂരിറ്റി ടോക്കൺ ഓർ ഒതൻറ്റിക്കേഷൻ ടോക്കൺ. ദി സെക്യൂരിറ്റി ടോക്കൺ ഓർ ദി ഒതൻറ്റിക്കേഷൻ ടോക്കൺ ഈസ് ദി വൺ ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി cryptography tool. Using the security token, one can authenticate the user. It is also used to provide statefulness to the HTTP protocol. The security token has to be encrypted to allow the secure exchanging of data. The browser uses the security token that is drafted that the server side to maintain the state. In normal words, it could be considered as a mechanism that allows remote authentication. Security token അല്ലെങ്കിൽ authentication tokens എന്ന് പറയുന്നത് നമ്മൾ വെബ് ബ്രൗസറിൻ്റെ അകത്തെ HTTP പ്രോട്ടോക്കോൾ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അല്ലേ, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ വെബ് ബ്രൗസറിൽ കയറി നമ്മളൊരു URL ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കതിൽ കാണാൻ പറ്റും സെക്യൂർ ആയിട്ടുള്ള സൈറ്റാണോ അല്ലയോ എന്നുള്ളത് അല്ലേ. ഒരു ലോക്ക് സിമ്പിളോടുകൂടി നമുക്കത് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു ക്രിപ്റ്റോഗ്രഫി യൂസാണ്. അപ്പോൾ സെക്യൂരിറ്റി ടോക്കൺസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ആ ഒരു സൈറ്റിൽ കയറി എന്ത് പ്രോസസ്സ് നടന്നാലും അതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ പർട്ടിക്കുലർ സെർവർ സൈഡിലേക്ക് എത്തിക്കാനും. തിരിച്ച് അവിടെ നിന്ന് അവർ ഡീക്രിപ്റ്റ് ചെയ്ത് സെർവർ അത് റിസീവ് ചെയ്യുന്നു. തിരിച്ച് അവിടെ നിന്ന് വരുന്ന റെസ്പോൺസ് എന്തായാലും അതിനെയും എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് തിരിച്ച് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമ്മളവിടെ ക്രിപ്റ്റോഗ്രഫി ടൂൾസ് യൂസ് ചെയ്യണം. അപ്പോൾ ഈ HTTP പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രിപ്റ്റോഗ്രഫി ടൂൾസാണ് ഈ സെക്യൂരിറ്റി ടോക്കൺ അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷൻ ടോക്കൺ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സർട്ടിഫിക്കറ്റ് മേജർ .exe, MGR.exe എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ദി ടൂൾ ദാറ്റ് മൈക്രോസോഫ്റ്റ് ഡിഫൈൻസ് എ ക്രിപ്റ്റോഗ്രഫി ടൂൾസ്. അപ്പം മൈക്രോസോഫ്റ്റ് ഡിഫൈൻ ചെയ്യുന്ന ഒരു ക്രിപ്റ്റോഗ്രഫി ടൂൾസാണ് MGR.exe. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് .exe എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റൻഷൻസ് ഫയൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളൊരു സോഫ്റ്റ്വെയറൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഒരു EXE ഫയലാണ് നമ്മൾ റൺ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും, ആ EXE ഫയൽസിനെ സെക്യൂർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനും ആ ഒരു സർട്ടിഫിക്കറ്റിന് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ടൂളാണ് MGR എന്ന് പറയുന്നത്. ദി ഫയൽ ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ആസ് ഇറ്റ് ഹാസ് ദി എക്സ്റ്റൻഷൻ. ദി ഫയൽ അലോ യു ടു ക്രിയേറ്റ് ആൻഡ് മാനേജ് ദി സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമ്മൾ ഇതെന്തിനാണ്, നമ്മൾ ഈ ഒരു .exe ഫയലാണ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതുവഴി നമുക്ക് ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, മാനേജ് ചെയ്യുകയും ചെയ്യുന്നു. ക്രിപ്റ്റോഗ്രഫി ഈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ സർട്ടിഫിക്കറ്റ് മാനേജിങ്. ഇറ്റ്സ് ടെൽ യു ഹാൻഡിൽ ദി സർട്ടിഫിക്കേഷൻ ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് ഇറ്റ് ഓൾസോ അലോസ് യൂസ് ടു മാനേജ് ദി സർട്ടിഫിക്കറ്റ് റിവോക്കേഷൻ ലിസ്റ്റ് CRLS. ദി പർപ്പസ് ഓഫ് ക്രിപ്റ്റോഗ്രഫി ഇൻ സർട്ടിഫിക്കറ്റ് ജനറേഷൻ ഈസ് ടു എൻഷുർ ദാറ്റ് പാർട്ടീസ് ഡേറ്റ ഈസ് സെക്യൂർ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് ജനറേഷൻ നടക്കുന്നത്? എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ EXE ഫയൽസ് നമ്മൾ സിസ്റ്റത്തിലേക്ക് ഇൻഷുർ ചെയ്യുമ്പം ഡേറ്റാസിനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡേറ്റ സെക്യൂർ ആയിരിക്കണം അല്ലേ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്രിപ്റ്റോഗ്രഫി ടൂൾസാണ് ഈ CERT മാനേജർ അല്ലെങ്കിൽ MGR.exe എന്ന് പറയുന്നത്. അടുത്തതാണ് JCA. ദി JCA ഈസ് ദി അതർ കൈൻഡ് ഓഫ് ക്രിപ്റ്റോഗ്രഫി ടൂൾ ദാറ്റ് ഹെൽപ്പ് us to endorse encryption. JCA ക്യാൻ ബി ഡിഫൈൻഡ് as the cryptographic libraries in Java. അപ്പോൾ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് JCA എന്ന് പറഞ്ഞാൽ ജാവയുടെ ലൈബ്രറീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ക്രിപ്റ്റോഗ്രഫി ടൂൾസാണ് ഇത്. ദ ലൈബ്രറീസ് കൺസിസ്റ്റ് ഓഫ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ദാറ്റ് ഷുഡ് ബി ഇമ്പോർട്ടൻറ്റ് ബിഫോർ ദെയർ ഫീച്ചേഴ്സ് കുഡ് ബി ലീവറേജ്ഡ്. ലൈബ്രറി എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രീ ഡിഫൈൻഡ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആണ്. ബീങ് എ ജാവ ലൈബ്രറി ഇറ്റ് വർക്ക് പെർഫെക്റ്റ്ലി വിത്ത് ദി അതർ ജാവ ഫ്രെയിം വർക്ക് ആൻഡ് ഹെൽപ്പ് ഇൻ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ജാവ പ്രോഗ്രാംസ് വെച്ച് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ലൈബ്രറി ഫയൽസ് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ജാവ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഈ ഒരു പ്രീ ഡിഫൈൻഡ് ലൈബ്രറി ഫങ്ഷൻസിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, ദി ആപ്ലിക്കേഷൻസ് വിത്ത് ദി യൂസ് ഓഫ് ക്രിപ്റ്റോഗ്രഫി യൂസ് ദിസ് ലൈബ്രറി ടു ബിൽഡ് ദി ആപ്ലിക്കേഷൻ ഇഫ് ദി ഡെവലപ്മെൻറ്റ് ഹാസ് ബിൻ ക്യാരിഡ് ഔട്ട് യൂസിങ് ദി ജാവ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലൈബ്രറി ഫയൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ജാവ ഫ്രെയിം വർക്ക്സിൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോഗ്രഫി ടൂൾസാണ് JCA എന്ന് പറയുന്നത്. അടുത്തതാണ് ഡോക്കർ.
The other cryptography tool is used to practice encryption. The Docker is nothing but a container that allows the user to develop a large application within it. So Docker എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറാണ്. അതിൻ്റെ അകത്ത് യൂസേഴ്സിന് ഒരു ലാർജ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടായിരിക്കും. ദി ഡാറ്റ ദാറ്റ് ഈസ് കെപ്റ്റ് ഇൻസൈഡ് ദി ഡോക്കറ്റ് ആസ് കെപ്റ്റ് ഇൻ എൻക്രിപ്റ്റഡ് ഫോം. അപ്പോൾ ഈ ഡോക്കറ്റിൻ്റെ അകത്ത് ഡാറ്റാസ് എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്? എൻക്രിപ്റ്റഡ് ഫോമാറ്റിലായിരിക്കും കീപ്പ് ചെയ്യുന്നത്. The mechanism of cryptography has been used very deeply to bring the feature of data encryption. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഡോക്കറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഈ ഒരു ഫയൽസിനെ ഡാറ്റാസിനെ എൻക്രിപ്റ്റഡ് ഫോമാറ്റിലായിരിക്കും. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോഗ്രഫി എൻക്രിപ്ഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഡാറ്റ എൻക്രിപ്ഷൻ പ്രോസസ്സ് നടക്കുക. ദി ഇൻട്രസ്റ്റഡ് പാർട്ട് അബൌട്ട് ഡോക്കർ ഈസ് ഇൻ അഡീഷൻ ടു ദി ഡാറ്റ ദി ഫയൽസ് ആർ ഓൾസോ കെപ്റ്റ് എൻക്രിപ്റ്റഡ് സോ ദാറ്റ് നോ വൺ വിത്തൗട്ട് പ്രോപ്പർ കീ ആക്സസ് കുഡ് ആക്സസ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വളരെ സെക്യൂർ ആയിട്ടായിരിക്കും ഡാറ്റാസിനെ കീപ്പ് ചെയ്തിരിക്കുന്നത്. എൻക്രിപ്റ്റഡ് ഫോമാറ്റിലായിരിക്കും. കൃത്യമായിട്ടൊരു ഒതൻറ്റിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഡോക്കറിൽ നിന്നും ഡാറ്റാസ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇൻ സിമ്പിൾ ടേംസ് ദി ഡോക്കർ ഈസ് എ കണ്ടെയ്നർ ദാറ്റ് ലെറ്റ്സ് ദി യൂസർ ഹോൾഡ് ദെയർ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ആൻഡ് കെപ്റ്റ് ഇറ്റ് സേഫ് സോ ദാറ്റ് ദി എൻറ്റയർ ഫോക്കസ് ക്യാൻ ബി ഓൺ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി കൺസിഡേർഡ് ആസ് ദി ക്ലൗഡ് സ്റ്റോറേജ് ദാറ്റ് ലെറ്റസ് ഹാൻഡിൽ ദി ഡാറ്റ ഓൺ എ ഷെയർഡ് ഓർ ഡെഡിക്കേറ്റഡ് സെർവർ. അതായത് ഇപ്പോൾ നമ്മളൊരു വെബ് പേജൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മിനി പ്രൊജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മിനി പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു നമ്മൾ ഫ്രണ്ട് എൻഡ് യൂസ് ചെയ്യാറുണ്ട്, ബാക്ക് എൻഡ് യൂസ് ചെയ്യാറുണ്ട്. ഫ്രണ്ട് എൻഡൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്താണ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ബാക്ക് എൻഡിൽ ഡാറ്റാബേസ് ഉണ്ട് തുടങ്ങിയ ഇൻഫോർമേഷൻസ് എല്ലാം നമ്മളൊരു പെട്ടിക്കകത്ത് കീപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആ ഒരു ലോക്കർ അല്ലെങ്കിൽ ആ ഒരു ഡോക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടൊരു ഒതൻറ്റിക്കേഷൻസ് അവിടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്താണ്, ആർക്ക് വേണമെങ്കിലും ആ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഡയറക്റ്റ് കയറി എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു ഇത് വരും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഡോക്കറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു സെറ്റ് ഓഫ് ഡേറ്റാസ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്, നമ്മുടെ ആപ്ലിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഒതൻറ്റിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അടുത്തതാണ് സൈൻ ടൂൾ .exe. ദി സൈൻ ടൂൾ ഈസ് വൺ ഓഫ് ദി മോർ ഇമ്പോർട്ടൻറ്റ് ക്രിപ്റ്റോഗ്രഫി ടൂൾ ദാറ്റ് മൈക്രോസോഫ്റ്റ് യൂസസ് ടു സൈൻ ദി ഫയൽ. ദിസ് ആപ്ലിക്കേഷൻ വർക്ക്സ് അറ്റ് ദി അതോറിറ്റി that can add a signature with any of the files. In addition to that, it also adds the timestamp with the file. The timestamp associated with the file can be used for verify the file. Overall, all of the features provided by this tool is to ensure the integrity of the file. In a nutshell, it is a Microsoft-based product that lets the user sign the file and also let them add the timestamp with the files. അപ്പോൾ സൈൻ ടൂൾ .exe എന്ന് പറയുന്നത് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു സൈനിങ് ഫയലാണ് അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോഗ്രഫി ടൂൾസാണ് സൈൻ ടൂൾ .exe എന്ന് പറയുന്നത്. അതോറിറ്റി ദാറ്റ് ക്യാൻ ആഡ് എ സിഗ്നേച്ചർ വിത്ത് എനി ഓഫ് ദി ഫയൽസ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് അതോറിറ്റി വർക്ക്സ് ആസ് ദി അതോറിറ്റി ദാറ്റ് ക്യാൻ ആഡ് എ സിഗ്നേച്ചർ വിത്ത് എനി ഓഫ് ദി ഫയൽസ്. ഇൻ അഡീഷൻ ടു ദാറ്റ് ഇറ്റ് ഓൾസോ ആഡ് ദി ടൈം സ്റ്റാമ്പ്സ് വിത്ത് ദി ഫയൽസ്. ടൈം സ്റ്റാമ്പ് വിത്ത് ദി ഫയൽസ് എന്ന് വെച്ചാൽ നമ്മൾ ടൈം സ്റ്റാമ്പ്സ് സെറ്റ് ചെയ്യുക എന്ന് പറയും. ഏത് എന്ന് വെച്ചാൽ ഇപ്പം ഏത് ടൈമിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ മെയിൻ പ്രോജക്റ്റ് ചെയ്യുന്ന കേസിൽ അല്ലെങ്കിൽ മിനി പ്രൊജക്റ്റ് ചെയ്യുന്ന കേസിലാണെങ്കിൽ അഡ്മിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫയൽസുകളുണ്ട്. അഡ്മിനായിരിക്കും ഫുൾ പ്രിവിലേജ് ഉള്ളത്. എന്നാൽ എല്ലാ യൂസേഴ്സിനും എല്ലാ ഫയൽസും ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പെർമിഷൻ അവിടെ ഉണ്ടാകത്തില്ല. അപ്പോൾ ഏതൊക്കെ യൂസേഴ്സിന് ഇപ്പം നമ്മൾ ലിനക്സിലാണെങ്കിലും പഠിച്ചു ചില ഫയൽസുകൾ ഡയറക്ടറിയിൽ ഏതൊക്കെ പ്രിവിലേജ് കൊടുക്കണമെന്ന് റീഡ് റൈറ്റ് പെർമിഷൻസ് തുടങ്ങിയ കാര്യങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഫയൽസിനെ ഏതൊക്കെ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാം, ടൈം സ്റ്റാമ്പ്സ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഏത് യൂസേഴ്സിന് റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, ഏത് യൂസേഴ്സിന് റീഡ് റൈറ്റ് ഓപ്ഷൻസുകൾ സെറ്റ് ചെയ്ത് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ ഫയൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ. ആ ഒരു ഇതിന് വേണ്ടി മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ഒതൻറ്റിക്കേഷൻസ് അല്ലെങ്കിൽ അതോറിറ്റി സൈൻ ക്രിപ്റ്റോഗ്രഫി ടൂൾസാണ് ഈ സൈൻ ടൂൾ .exe എന്ന് പറയുന്നത്. അടുത്തതാണ് ഒതൻറ്റിക്കേഷൻ യൂസിങ് കീ. ദി ഡാറ്റ ദാറ്റ് ഈസ് എൻക്രിപ്റ്റഡ് നീഡ്സ് ദി കീ ടു
to decrypt it. The normal data is something that could be understood by the normal user, while the encrypted data is different from the original data. In authentication using key, there are two types of approaches in encryptions. അതായത് നമുക്കറിയാം എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ ടെക്നിക്സ് ഉണ്ടെന്ന് പറയാം. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഒറിജിനൽ പ്ലെയിൻ ടെസ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്ത് സൈഫർ ടെസ്റ്റാക്കി മാറ്റുന്നു. ഡീക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ സൈഫർ ടെസ്റ്റിനെ നമ്മൾ വീണ്ടും ഡീക്രിപ്റ്റ് ചെയ്ത് നമ്മുടെ പ്ലെയിൻ ടെസ്റ്റാക്കി മാറ്റുന്നു. ഇതിൽ ഈ എൻക്രിപ്ഷൻ 2 ടൈപ്സ് ആണ് നടക്കുന്നത്. സിമെട്രിക്കുമുണ്ട്, അസിമെട്രിക്കുമുണ്ട്. സിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കീയെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അവിടെ എൻക്രിപ്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ കണ്ടതാണ് പ്ലെയിൻ ടെസ്റ്റ്, അതിൻ്റെ കൂടുതൽ ഒരു കീയെ, ആ കീയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സൈഫർ ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത്, അല്ലേ? അപ്പം ഈ കോളംനാർ ട്രാൻസ്പോസിഷൻസിൻ്റെ അകത്തും റിയൽ ട്രാൻസ്പോസിഷൻസ് മെത്തേഡിൻ്റെ അകത്തും ഒക്കെ നമ്മൾ കണ്ടാണ് ഒരു കീയെ ബേസ് ചെയ്തുകൊണ്ടാണ് സൈഫർ ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത്. തിരിച്ച് ഈ സൈഫർ ടെസ്റ്റും കീയും യൂസ് ചെയ്തുകൊണ്ട് പ്ലെയിൻ ടെസ്റ്റ് കണ്ടുപിടിക്കുന്നു. അത് ആ ടൈപ്പ് എൻക്രിപ്ഷനാണ് സിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അവിടെ എൻക്രിപ്ഷൻ ബേസ് ചെയ്യുന്നത് ഒരു കീയെ ബേസ് ചെയ്തുകൊണ്ട് ആയിരിക്കും. ഓക്കെ. ഇൻ അസിമെട്രിക് എൻക്രിപ്ഷൻ ദി ഡാറ്റ വിൽ ബി എൻക്രിപ്റ്റഡ് വിത്ത് വൺ കീ വൈൽ ഇറ്റ് യൂസസ് അനദർ കീ ടു ഗെറ്റ് ഇറ്റ് ഡിക്രിപ്ഷൻ. അസിമെട്രിക് എൻക്രിപ്ഷൻ്റെ അകത്ത് 2 കീസ് യൂസ് ചെയ്യുന്നു. ഒരെണ്ണം ഡാറ്റാനെ എൻക്രിപ്റ്റ് ചെയ്യാനും മറ്റൊരു കീയ് ആ ഒരു എൻക്രിപ്റ്റഡ് ഡാറ്റാനെ ഡീക്രിപ്റ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമെട്രിക് എൻക്രിപ്ഷൻ്റെ അകത്ത് ഒരു കീയാണ് യൂസ് ചെയ്യുന്നത്. ബോത്ത് എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നു, ദെൻ ഡീക്രിപ്ഷനും ഒരു കീ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. അസിമെട്രിക് എൻക്രിപ്ഷൻ്റെ അകത്താണെങ്കിൽ 2 കീസാണ് യൂസ് ചെയ്യുന്നത്. ഒരു കീ എൻക്രിപ്റ്റ് ചെയ്യാനും മറ്റൊരു കീ ഡീക്രിപ്റ്റ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദിസ് കീസ് ആർ കൺസിഡേർഡ് ആസ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കീ ബേസ്ഡ് ഓൺ വിച്ച് കീ ഈസ് യൂസ്ഡ് ഫോർ വാട്ട് പർപ്പസ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന കീ പ്രൈവറ്റ് കീ ആകാം, പബ്ലിക് കീ ആകാം. പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് പ്രൈവറ്റ് കീ യൂസ് ചെയ്യുന്ന കീയ് സെൻറ്ററിനും റിസീവറിനും മാത്രമേ അറിയത്തുള്ളൂ. പബ്ലിക് കീ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പ്രൈവറ്റ് കീയുമുണ്ട്, പബ്ലിക് കീ എന്ന് പറയുന്നത് സെൻഡ് ചെയ്യുന്ന ആൾക്ക് ഇപ്പം ഇപ്പം സെൻറ്ററിൻ്റെ കേസിൽ സിമെട്രിക്കിൻ്റെ കേസിൽ സെൻഡ് ചെയ്യുന്ന ആൾക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും ആ ഒരു കീ പറ്റി അറിയാമെങ്കിൽ മാത്രമേ അവിടെ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ പ്രോസസ്സ് നടക്കത്തുള്ളൂ, അല്ലേ? അപ്പോൾ തിരിച്ച് പബ്ലിക് കീ ആണെങ്കിൽ 2 പേർക്കും അറിയണം. ആർക്കൊക്കെ അറിയണമെന്ന് വെച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഈ കീയുടെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അതാണ് പ്രൈവറ്റ് കീയും പബ്ലിക് കീയും തമ്മിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ക്രിപ്റ്റോഗ്രഫി അൽഗോരിതത്തിൻ്റെ അകത്ത്. എനിവേ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോഗ്രഫിക് ടൂൾസ്. ഇത് കൂടാതെ ഒരുപാട് ടൈപ്പ് ക്രിപ്റ്റോഗ്രഫിക് ടൂൾസ് ഉണ്ട്. നിങ്ങൾ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു.